ഇവിടെ സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ച വിഷയം ഇമ്പമുള്ള കുടുംബം എന്ന ടോപ്പിക്കാണ്. യഥാർത്ഥത്തിൽ ആ പേരിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ആർക്കെങ്കിലും കിട്ടിയോ? ആർക്കെങ്കിലും അതിൽ മിസ്റ്റേക്ക് കിട്ടിയിട്ടുണ്ടോ? ഇമ്പമുള്ള കുടുംബം നിങ്ങളൊക്കെ അവിടെ ഇല്ലേ? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഞാൻ മാത്രമാണ് ഒറ്റ അല്ലേ? നിങ്ങളൊക്കെ ഒരൊറ്റ കുടുംബത്തിലെ ആളുകളാണ്. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പവർ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൂടിയിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷെ ഞാൻ ഒറ്റയാണ്. ഞാൻ പുറമേന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശക്തി കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് ഓൾറെഡി. അപ്പം എന്നെ ഒറ്റയ്ക്ക് പറയിപ്പിക്കരുത്. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം അല്ലേ? അതല്ലേ രസം? അതല്ലേ അതിൻ്റെ ഒരു മൊഞ്ച്? അങ്ങനെയാണല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഇമ്പമുള്ള കുടുംബം എന്ന ആ പേരിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ ഇമ്പമുള്ള കുടുംബം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? കൂടുമ്പോൾ ബോംബ് പൊട്ട്. നല്ല കഥ. ഇവിടെയൊക്കെ ബോംബാണോ പൊട്ടല്? അല്ല, കൂടുമ്പോ ബോംബല്ല പൊട്ടുക. കൂടുമ്പോൾ ഇമ്പം പകരുന്നതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പം പകരുന്നതിനെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇവിടെ കൂടി നിൽക്കുകയാണ്. നമ്മൾ എല്ലാവരും ഇവിടെ കൂടി നിൽക്കുമ്പോൾ അങ്ങേയറ്റം ഇമ്പമാണ്. എല്ലാവരുടെയും മുഖത്തത് കാണുന്നുണ്ട്. ഏറെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. ആ ഇമ്പം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ പ്രോഗ്രാമൊക്കെ അവസാനിപ്പിച്ച് ഇന്നത്തെ ഈ രസമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓരോരുത്തരുടെയും ഇടമായ പരിശുദ്ധ ഖുർആനിൽ മസ്കൻ എന്നാണ് ആ ഇടത്തെ വിശേഷിപ്പിക്കുന്നത്. മസ്കൻ എന്ന് വെച്ചാൽ ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ് മസ്കനിൻ്റെ അർത്ഥം. സമാധാനമുള്ള ഇടം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ തന്നെ ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ് മസ്കനിൻ്റെ അർത്ഥം. ആ പേര് വെച്ചിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മുടെയൊക്കെ വീടിനെ, നമ്മുടെയൊക്കെ കുടുംബത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമാധാന കൂട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ നിന്നും ലഭിച്ച ആനന്ദവും ആഹ്ലാദവും സമാധാനവും സംതൃപ്തിയും ഒരണുമണി തൂക്കം പോലും കുറയാൻ പാടില്ല. ആ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ വീട്ടിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഓരോ അനുഭവങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ഈ നിമിഷം വരെ ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് വരെ ആ വീടുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരുന്ന അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. നേരത്തെ പറഞ്ഞ ആ ഇമ്പവും ആനന്ദവും ആഹ്ലാദവുമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായും മസ്കൻ എന്ന ആ വാക്കിൻ്റെ അർത്ഥം എൻ്റെ കുടുംബത്തിൽ ആസ്വദിക്കുവാൻ, പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മസ്കൻ എന്ന് നമ്മളെ കുടുംബത്തെ, നമ്മളെ വീടിനെ പേരിട്ട് വിളിച്ചത് മറ്റാരുമല്ല, റബ്ബാണ്, അല്ലാഹു ആണ്. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണത്. ആ മസ്കൻ എന്ന പേരിൻ്റെ അർത്ഥം അത് പൂർത്തിയാക്കുക എന്നത് നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായ കർത്തവ്യമാണ്, ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, ആ ബാധ്യത പൂർത്തീകരിക്കുവാൻ നമ്മൾ എന്തെല്ലാമൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാനടക്കം, ഞാനും നിങ്ങളും എന്തെല്ലാമൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയെല്ലാമൊക്കെയാണ് ആയിത്തീരേണ്ടത്? അതുമല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആവാതിരിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, പങ്കുവെക്കുന്നത്. ആദ്യം ക്ലിനിക്കിലുണ്ടായ ഒരനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കുറച്ച് മുൻപേ ഒരു സ്ത്രീ, എന്നെ പോലെയുള്ള, നിങ്ങളെയൊക്കെ പോലെയുള്ള ഒരു ഉമ്മ, 3 ആൺകുട്ടികളുടെ ഉമ്മയാണ്. അവർ കൗൺസിലിങ്ങിന് വരികയാണ്. അവരുടെ പ്രശ്നം സാധാരണ
കൗൺസിലിങ്ങിന് വരാറുള്ള, സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിന് വരാറുള്ള എല്ലാവരും പറയുന്ന കാരണം തന്നെയാണ് ഉറക്കമില്ലായ്മ. രാത്രി കിടന്നുറങ്ങിയാലും ഉടനെ ഉറക്കം വരില്ല, കുറച്ച് സമയമൊക്കെ കഴിയണം ഒന്ന് ഉറങ്ങി കിട്ടണമെങ്കിൽ. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി ഇങ്ങനെ ഉറക്കത്തിലേക്ക് വീണു പോയാലും കറക്റ്റ് 4:30 ആകുമ്പോൾ വീണ്ടും ഉണരും. അങ്ങനെ ഒരു അസ്വസ്ഥതയാണ്, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ അസ്വസ്ഥതമായിരിക്കുന്ന ഒരാൾ. കൗൺസിലിംഗ് കൊടുത്തു, മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വന്നു. ഇവരുടെ മുൻപേ ഉണ്ടായിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് എന്ന് മുതലായിരുന്നു ഈ ഒരു ബുദ്ധിമുട്ട്, ഈ പ്രയാസം അവർക്ക് ഉണ്ടായി തുടങ്ങിയത് എന്ന് വളരെ മനോഹരമായിട്ട് അവർ വിശദീകരിച്ചു തന്നു. കുറച്ച് നാളുകൾക്ക് മുൻപേ അവർ ആഷിഖ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. ആഷിഖ് എന്ന പേരുള്ള ഒരു കുട്ടിയെ അവർ പരിചയപ്പെടുകയാണ്. നമുക്കെല്ലാം പരിചയമുണ്ട് അയാളെ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, അയാളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയോ? ആഷിഖിനെ അറിയോ? ആഷിഖിനെ അറിയൂലേ? ഈ കുടുംബക്കാരെ നിങ്ങൾ അറിയുമെങ്കിൽ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി, അറിയൂലെങ്കിൽ ഇങ്ങനെയും ചെയ്താൽ മതി. അത്ര പണിയല്ലേ ഉള്ളൂ അല്ലേ? നമ്മൾ ഈ കഴുത്തിലെ 7 എല്ലുകളുണ്ട്. ആ 7 എല്ലുകളുടെയും സുഗമമായ ചലനത്തിന്, ആരോഗ്യത്തിന് ഈ അനക്കം നല്ലതാ. സർവൈക്കൽ സ്പോണ്ടൈലോസിസ്, സ്റ്റിഫ് നെക്ക് തുടങ്ങിയിട്ടുള്ള കുറേ അസുഖങ്ങളുണ്ട് ഈ കഴുത്തുമായി ബന്ധപ്പെട്ട. ആ അസുഖങ്ങളൊന്നും വരില്ല കഴുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂവ് ആക്കി കഴിഞ്ഞാൽ. പിന്നെ പ്രായമായവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ. ഒരു 60-65 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എല്ലുകൾക്കൊക്കെ ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴുത്ത് ഇളക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നതൊക്കെ ഒട്ടും പ്രായമില്ലാത്ത, കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പോലും തോന്നിക്കാത്ത അത്രയും സുന്ദരികളായ കുറേ പെണ്ണുങ്ങളെയാണ്. അപ്പൊ കഴുത്തിളക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഷിഖിന് പരിചയമുണ്ടോ? ആരാഷിക്കാരാ? ആഷിക്കാരെന്നു അമ്മോന്റെ കുട്ടിയോ? അമ്മോന്റെ കുട്ടി ആഷിഖല്ല. എളാപ്പാന്റെ കുട്ടി അമ്മോന്റെ കുട്ടി ആഷിഖല്ല. ഈ സദസ്സിൽ ഒരുപക്ഷെ ആഷിഖുമാരുണ്ടാവും. ആ ആഷിഖിനെ അല്ല അന്ന് അവർ പരിചയപ്പെട്ടത്. ഈ ആഷിഖിനെ, ഇവർ പരിചയപ്പെട്ട ആഷിഖിനെ എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള, കേരളത്തിൽ ഇത്രയേറെ കുപ്രസിദ്ധി നേടിയ ഒരു 23 വയസ്സുകാരനായിരുന്നു ആഷിഖ്. എന്തിനു വേണ്ടിയാ, എന്തിൻ്റെ പേരിലാ അവൻ ഇത്രത്തോളം ഫേമസ് ആയത്, കുപ്രസിദ്ധി നേടിയതെന്നറിയോ? അവന് ഈ ഭൂമിയിൽ ജന്മം നൽകിയതിൻ്റെ പേരിൽ, ഈ ഭൂമിയിൽ അവനെ ജനിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അവനെ 23 വർഷക്കാലം വളർത്തി വലുതാക്കിയ, പൊന്നോമനിച്ച് സ്നേഹിച്ച് അവനിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ഏറെ കിനാവുകൾ കണ്ട് സ്വപ്നം കണ്ട് ഒരു പുരുഷൻ്റെ, അവൻ്റെ ഉപ്പയുടെ തണലോ സഹായമോ ഇല്ലാതെ ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കിയ പൊന്നുമ്മ, കാലിനടിയിൽ സ്വർഗം സംവിധാനിച്ചു വെച്ച അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ നിഷ്കരുണം കഴുത്തറത്ത് കൊന്നവനാണ് ആഷിഖ്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഉമ്മ. ഡിസ്ചാർജായി വന്ന സമയത്ത് സ്വാഭാവികമായും മോനെ കാണാനും അതിയായ ആശയെന്നു. അങ്ങനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്നും ലഹരിക്ക് അടിമപ്പെട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ആക്കിയ മകൻ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരിക. ഈ സന്ദർഭത്തിലാണ് ഉമ്മയുടെ കഴുത്തറത്ത് കൊല്ലുന്നത്. ഈ ആഷിഖിനെ നമുക്കൊക്കെ പരിചയമുണ്ട്. പക്ഷേ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വന്ന ആ സ്ത്രീക്ക് ആഷിഖിനെ പരിചയപ്പെട്ടതോടുകൂടി ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങളിൽ ഉറങ്ങാത്ത രാത്രികൾ ചിന്തിച്ചു കൂട്ടായിരുന്നു, എൻ്റെ മക്കളും ഇങ്ങനെയായി തീരുമോ? ഞാൻ അറിയുന്ന, ഞാൻ പരിചയപ്പെടുന്ന എൻ്റെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ദുർഗതി വരുമോ? എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ ദുർവിധി വരുമോ എന്ന ചിന്തയിൽ ഇങ്ങനെ അസ്വസ്ഥയായി ഇരിക്കുകയായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പതിയെ അവർ ഈ അവസ്ഥയിൽ നിന്ന് റിക്കവർ ആവാൻ തുടങ്ങി. മറവിയിലേക്ക് എറിയപ്പെട്ടു ആഷിഖ് എന്ന പേര്. പക്ഷേ അധികം വൈകാതെ തന്നെ അടുത്ത ഒരാളെ പരിചയപ്പെട്ടു. നമ്മളെല്ലാവരും പരിചയപ്പെട്ട പൊന്നുമോൻ മിഹിർ. മിഹിറിനെ നമുക്കറിയാം അല്ലേ? എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടി, അല്ലെങ്കിൽ ഇവിടെയുള്ള മിഹിറിനെ അല്ല പറയുന്നത്. കൊച്ചി സ്വദേശിയായ 14 വയസ്സുകാരൻ മിഹിർ. സ്കൂളിൽ തൻ്റെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നും ചെറിയ ചെറിയ അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി.
ഒരുപക്ഷെ വർഷങ്ങളായിട്ട് അവൻ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. താങ്ങാനുള്ള, അതിനെ മറികടക്കാനുള്ള മനോബലം അവനുണ്ടായിരുന്നില്ല. പകരമായിക്കൊണ്ട് സ്കൂളിൻ്റെ ഏറ്റവും മുകളിൽ 24 നിലയുടെ മുകളിൽ കയറി അവൻ്റെ ജീവൻ നൽകിക്കൊണ്ട് അവൻ ആ ദുഃഖത്തിന് പകരം വീട്ടുകയായിരുന്നു. ഇതുകൂടി ആയപ്പോൾ ആ ഉമ്മയ്ക്ക് വീണ്ടും ഉറക്കമില്ലായ്മ തുടങ്ങുകയാണ്. ഏകദേശം മരുന്നൊക്കെ കുടിച്ച് ആ അവസ്ഥയിൽ നിന്ന് മാറി തുടങ്ങുമ്പോഴാണ് വീണ്ടും ആ ഉമ്മ ഷഹബാസിനെയും അഫാനെയും പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യപ്പെട്ട 2 പേരുകളാണ് ഷഹബാസും അഫാനും ഒക്കെ. ഒരു വേള കണ്ണുനീര് കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അഫാനെ ശപിച്ച ഉമ്മമാരായിരിക്കും നമ്മളൊക്കെ. ഞാനടക്കം, എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളടക്കം അഫാനെ ഒരു തവണയെങ്കിലും നമ്മൾ വാക്കുകൊണ്ടോ കണ്ണുനീര് കൊണ്ടോ നമ്മൾ ശപിച്ചിട്ടുണ്ടാവും. പ്രാർത്ഥിച്ചു കാണും, എനിക്ക് ഈ ഗതി വരരുതേ, ഇനി ഈ കേരളത്തിൽ, ഇനി ഈ ഭൂമിയിൽ തന്നെ ഒരു ഉമ്മയ്ക്കും ഒരു കുടുംബത്തിനും ഈ അവസ്ഥ വരരുതേ എന്ന് ഹൃദയത്തിൽ തൊട്ട് നിസ്കാര പായയിൽ കിടന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കാണും. പ്രിയപ്പെട്ടവരെ, ഷഹബാസിനെ നിഷ്കരുണം കൊല ചെയ്ത മക്കൾ, ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചതോടൊപ്പം കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട 4 പേരെ കൊല ചെയ്ത അഫാൻ. എന്തുകൊണ്ടാണ്? ഒരു വേള കുറ്റപ്പെടുത്തുവാനും ഒറ്റപ്പെടുത്തുവാനും ഒക്കെ മുതിർന്നവരാ നമ്മളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തവരാണ് നമ്മളൊക്കെ. ഈ 4 പേരുകൾ ഏറ്റവും എളുപ്പം, നമ്മളൊക്കെ എല്ലാവർക്കും ഇടയിലും ഫെമിലിയറായ 4 പേരുകൾ പെട്ടെന്ന് മനസ്സിൽ വരാൻ വേണ്ടി ഓർത്തെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനിടയിലൊക്കെ അനവധി മറ്റു പേരുകളാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയാസിലൂടെ, പത്രത്താളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കൗൺസിലിങ്ങിന് വന്ന ആ ഒരു ലേഡിയുടേത് മാത്രമല്ല ഈ അനുഭവം. നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ഇതേ അവസ്ഥയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാവാം. ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങാൻ സാധിക്കാറില്ല. കാരണം ഉള്ളിൽ ആദിയാണ്. നാളെ ഉണരുമ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ റബ്ബ് അടുത്ത ഒരു ദിവസത്തേക്ക് എനിക്ക് ആയുസ് നീട്ടിത്തരികയാണ് എങ്കിൽ എൻ്റെ കണ്ണിമ തുറക്കുമ്പോൾ ഞാൻ കാണേണ്ടി വരുന്ന വാർത്ത, ഞാൻ കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ എന്തായിരിക്കാം? ഏത് രൂപത്തിലായിരിക്കാം? ഒരുപക്ഷെ എൻ്റെ മകനോ എൻ്റെ മകളോ, അതുമല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഒരാളോ, അതുമല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അയൽപക്കത്തുള്ള ആരും ആവരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി, ആ ഗദ്ഗതത്തോടുകൂടി ഉറങ്ങുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ വളരെ കൂലംകുശമായി, വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് അയൽപക്കത്തല്ലേ, അത് തൊട്ടടുത്ത നാട്ടിലല്ലേ, അത് കുറച്ചപ്പുറത്തല്ലേ, എൻ്റെ വീട്ടിലല്ലല്ലോ, എൻ്റെ മക്കൾക്കല്ലല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോൾ ചിന്തിക്കുക, അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിവേഗം സഞ്ചരിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, എൻ്റെ വീട്ടിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയിൽ വേണം നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാൻ. അവിടെ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയെല്ലാം ആവണം, ഇത്തരത്തിലുള്ള ദുർവിധി, ഇത്തരത്തിലുള്ള ദുർഗതിയിലേക്ക് ഞാനും എൻ്റെ കുടുംബവും എത്താതിരിക്കുവാൻ, ഒരുപക്ഷെ ഈ കുടുംബത്തിലുള്ള ഒരാളും എത്താതിരിക്കുവാൻ നാം എന്ത് ചെയ്യേണ്ടതുണ്ട്? 2 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും ചെയ്യേണ്ടത് 2 കാര്യങ്ങളേ ഉള്ളൂ. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഒരുപക്ഷെ വിധി എപ്രകാരമാണെങ്കിലും കുറ്റബോധം പേറാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഞാൻ കാരണം, എൻ്റെ വളർത്തു ദോഷം കാരണം എൻ്റെ കുടുംബമില്ലാതെയായി, എൻ്റെ മക്കളില്ലാതെയായി എന്ന വലിയ ദുഃഖത്തിലേക്ക്, വലിയ കുറ്റബോധത്തിലേക്ക് എത്താതെ സമാധാനമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നതാണ്. അതിലാദ്യത്തേത്, മാതാപിതാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന, ഉമ്മയും ഉപ്പയുമാണ് എന്ന് തെല്ലൊന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഞാനും നിങ്ങളും മക്കളുടെ അത്ര അറിവുള്ളവരാവുക. മക്കളുടെ അത്രയും അറിവുള്ളവരാവുക. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ശങ്ക ഉണ്ടാവും, അല്ലേ? ഇതിപ്പോൾ എന്ത് പറച്ചില്ല, കുട്ടികൾ അത്ര അറിവ് നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതില്ലേ? ഹലോ കുടുംബക്കാരെ, ഞങ്ങളിവിടെ ഇല്ലേ? മടുക്കുണ്ടോ? മടുത്തുകണോ?
പറയണട്ടോ എനിക്ക് പോവാനാ, പോണ്ടേ? അപ്പോൾ മക്കളുടെ അത്രയും അറിവ് നമുക്കില്ലേ യഥാർത്ഥത്തിൽ? ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാനുള്ള പണിയുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ ആക്കാനുള്ള പണിയുള്ളൂ, ഇല്ലേ? വയസ്സായവരോടോ അല്ലട്ടാ പറയണത്, ചെറുപ്പക്കാരോടാ. ഉണ്ടോ ഇല്ലേ? ചിലർ പറയണ ഇല്ലാന്ന്, ചിലർ രണ്ടിൻ്റെ ഇടയിൽ തല കറക്കണവരുണ്ട്. ഉണ്ടില്ല, ഉണ്ട് എന്ന് പറയാ, ഇല്ല എന്ന് പറയാ. യഥാർത്ഥത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അത്രയും അറിവ് നമുക്ക് ഇല്ല എന്ന് വേണം പറയാം. അതിനുള്ള ചില ഉദാഹരണങ്ങളും ചില അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. അപ്പം നമുക്ക് വ്യക്തമാകും യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനറേഷനിലുള്ള കുട്ടികളുടെ അത്രയും അറിവ് നമുക്കുണ്ടോ എന്ന്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ജനറേഷനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഉള്ള നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജനറേഷന് പറയുന്ന ഒരു പേരുണ്ട്, നമുക്കൊക്കെ അറിയാം അല്ലേ? പല ക്ലാസ്സുകളിലും നമ്മൾ കേൾക്കുന്നതാണ്. എന്താണ്? ആൽഫ ജനറേഷൻ ആണല്ലോ. 2010 ശേഷമുള്ള ജനറേഷനെയാണ് നമ്മൾ, 10 ശേഷം ജനിച്ച കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ആൽഫ ജനറേഷൻ എന്ന് പറയാം. ഇപ്പൊ 2025 25 ജനിക്കുന്ന കുഞ്ഞുങ്ങളോ ആൽഫ ജനറേഷൻ ആണോ? അല്ല, ബീറ്റ ജനറേഷൻ ആണ്. തൊട്ട് മുമ്പേ ഉള്ള 2010 മുൻപേ ഉള്ള ജനറേഷൻ എന്താ പറയാ? ജനറേഷൻ സി ജനറേഷൻ എന്നാണ് പറയാ. അതിൻ്റെ മുമ്പുള്ള നമ്മൾ 90 കാലഘട്ടമൊക്കെ പറയുമല്ലോ, ആ കാലഘട്ടത്തിന് മുമ്പുള്ള സമയത്തിലുള്ള ആളുകൾ, അതായത് ഈ ആൽഫ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കള്, അവരുടെ ജനറേഷനെ നമ്മൾ മില്ലേനിയം ജനറേഷൻ എന്നാ പറയാ. ഇതെന്താ ഇതൊക്കെ അല്ലെ? ചിലരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും, എന്താ ഈ പേരിലൊക്കെ ഇരിക്കുന്നേ, ഇതിലൊക്കെ എന്തിരിക്കുന്നു? ആ ചിന്തയാണ് ആദ്യം നമ്മൾ മാറ്റേണ്ടത്. ഇതിലാണ് പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഈ പേരുകളും ഈ ടെർമിനോളജീസും ഈ ടേംസും ഒരു വേള തെറ്റാതെ പ്രനൗൺസ് ചെയ്യാൻ, തെറ്റാതെ പറയാൻ പഠിക്കണമെങ്കിൽ പോലും എനിക്കും നിങ്ങൾക്ക് ഒരു 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അത്തരം വാക്കുകളും അത്തരം പദങ്ങളും അത്തരം ചർച്ചകളും അത്തരം സംസാരങ്ങളും ഒക്കെയാണ് പുതു തലമുറയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അവയെ എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. ഓരോ കാലത്തിനനുസൃതമായി നമ്മൾ മാതാപിതാക്കള് ബുദ്ധിയും വിവരവുമുള്ളവരായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഈ ജനറേഷന്, പുതിയ ജനറേഷൻ ആൽഫ ജനറേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അറിവുണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമാണ് നമുക്ക്. ഇനി ബുദ്ധിയുടെ കാര്യം കൂടി നമുക്ക് നോക്കാം. തലച്ചോറിന്റെ കപ്പാസിറ്റി ആൽഫ ജനറേഷനിലുള്ള കുട്ടികൾക്ക് നമ്മളെക്കാളും കൂടുതലാണ്. അപ്പൊ ഇനി ബുദ്ധിയും അറിവിന്റെയും കാര്യം പറയണ്ട, നമ്മളെക്കാളും ഏകദേശം 300 ക്യൂബിക് സെന്റിമീറ്റേഴ്സോളം തലച്ചോറിന്റെ കപ്പാസിറ്റി പുതിയ ജനറേഷന് കൂടുതലുണ്ട്. മാത്രവുമല്ല അവര് ഡിജിറ്റലി ലിറ്ററേറ്റഡ് ആണ്. കാരണം അവർ ജനിച്ചു വീഴുന്നത് തന്നെ ഡിജിറ്റൽ യുഗത്തിലേക്കാണ്. കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഗാഡ്ജറ്റ്സിൻ്റെയും അത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിൻ്റെയും കാലഘട്ടത്തിലേക്കാണ് അവർ ജനിച്ചു വീഴുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ജനിച്ച് വളർച്ചയുടെ ഏതോ ഒരു പോയിന്റിലാണ് ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. വളർച്ചയുടെ ഏതോ ഒരു ഘട്ടത്തിലാണ് മൊബൈൽ ഫോണിനെയും ഗാഡ്ജറ്റ്സിനെയും ഡിജിറ്റൽ യുഗത്തെയും നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷെ നമ്മളെ മക്കൾ അങ്ങനെയല്ല, അവർ ജനിച്ചതേ ഡിജിറ്റൽ യുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റലി ഇല്ലിറ്ററേറ്റഡ് ആയ, ഡിജിറ്റലി നിരക്ഷരരായ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് ഡിജിറ്റലി ലിറ്ററേറ്റഡ് ആയ മക്കളെ വളർത്തുന്നത്. ആ ഒരു അന്തരമുണ്ടല്ലോ, നമ്മളൊക്കെ എപ്പോഴും മനസ്സിനുള്ളിൽ ആഗ്രഹിക്കലുണ്ട്, എൻ്റെ കുട്ടി ആരെ പോലെ ആവണം. എന്താണ് നിങ്ങളെ കുട്ടികൾ ആരെ പോലെ ആവേണ്ടത്? നിങ്ങളെ പോലെ അല്ലേ? അല്ലേ? അയലോക്കത്തെ താത്താനെ കാണിച്ച് ഓളെ പോലെ ആവണമെന്ന് ആരെങ്കിലും പറയുമോ? ഡെഫിനറ്റ്ലി നോ, നമ്മൾ പറയൂല. ഞാൻ എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? ഉമ്മാനെ ഉപ്പാനെ പോലെ ആവണമെന്നാണ് പറയേണ്ടത്. അത് പറയാൻ സാധിക്കാതെ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ച് ഓരെപ്പോലെ ആവണട്ടോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാനായിട്ടുണ്ട്, നമ്മൾ റിവൈസ് ചെയ്യാനായിട്ടുണ്ട്.
നമ്മൾ റിവേഴ്സ് ഗിയറിലിട്ട് പോവണം. എവിടെ പിഴവ് സംഭവിച്ചു അവിടെ പോയി നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമുക്ക് കിട്ടും ഇനി എന്ത് ചെയ്യാൻ പറ്റും. എന്നെ പോലെ ആവണം എൻ്റെ മകൾ, എൻ്റെ മകൻ എന്ന് അവനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുത്ത് എനിക്ക് അവനെ ഉപദേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ മാറേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ പോലെ എൻ്റെ കുഞ്ഞായി തീരുവാൻ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും എന്നെ പോലെ എൻ്റെ മകൻ, എൻ്റെ മകളായി തീരുവാൻ ഞാൻ പ്രാപ്തയാകേണ്ടതുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്നെ പോലെയാവേണ്ട മകൻ എന്നെ കണ്ടുപഠിക്കേണ്ടവനാ, എന്നെ കണ്ടുപഠിക്കേണ്ടവളാ, എന്നെ മാതൃകയാക്കേണ്ടവനാണ്, എന്നെ മാതൃകയാക്കേണ്ടവളാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മകന്, എൻ്റെ മകള് മാതൃകയാക്കുന്ന രൂപത്തിലേക്ക് മോൾഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ ആ രൂപത്തിലേക്ക് സംശുദ്ധപ്പെടുത്തി കൊണ്ടുവരേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അല്ല എങ്കിൽ ഇത്തരം ദുർവിധികളിലേക്ക്, ഇത്തരം പ്രയാസങ്ങളിലേക്ക്, ഇത്തരം ചതിക്കുഴികളിലേക്ക് നമ്മളെ മക്കൾ ആഴ്ന്നു പോകുന്നത് നമ്മൾ കൺമുന്നിൽ കാണേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. നൈമിഷികമായ ഈ ഭൂമിയിൽ കുറച്ച് സമയം ജീവിക്കാനുള്ളത്. ഇതെപ്പോഴാ തീരാ നമുക്ക് പറയാൻ പറ്റൂല. ആലോചിച്ച് നോക്കൂ, ചെറിയൊരു നെഞ്ചുവേദനയും വന്ന് കൊണ്ടുപോയതാ, നേരെ വെന്റിലേറ്ററിലാക്കി തിരിച്ചു കൊണ്ടുവരുന്നത് മയ്യത്താണ്. അത്രയേ ഉള്ളൂ ജീവിതം. ആ ഒരു കുഞ്ഞു ജീവിതം ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, പെടഞ്ഞ് ജീവിക്കുന്ന ഹൃദയവുമായി എന്തിനാണ്? അതുകൊണ്ട് ഓരോ നിമിഷവും സന്തുഷ്ടമാക്കുവാൻ ബന്ധങ്ങളെ ഊഷ്മളമാക്കുക, ബന്ധങ്ങൾക്കിടയിൽ ഊഷ്മളത വർദ്ധിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്നെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടീൻ്റെ മുന്നിലോടണം. എൻ്റെ മകന് ഇടയ്ക്കിടെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കൂല. അത്രയും സ്പീഡിൽ അവൻ ഓടാണ്, അവൾ ഓടിക്കൊണ്ടിരിക്കുക. അവളുടെ മുൻപിൽ ഞാനുണ്ടോ, അവൻ്റെ മുൻപിൽ ഞാനുണ്ടോ, എന്നെ അവൻ മാതൃകയാക്കും, എന്നെ കണ്ടവൻ പഠിക്കും. പക്ഷെ നമ്മൾ ഒരു 15 കിലോമീറ്റർ പിറകിലാണ്. നമ്മൾ വളർത്തി വലുതാക്കുന്ന ഈ Z ജനറേഷനിലും ആൽഫ ജനറേഷനിലും ഇൻഷാ അല്ലാ ബീറ്റ ജനറേഷനിലൊക്കെ വരാൻ പോകുന്ന, ഗാമ ജനറേഷനിലൊക്കെ വരാൻ പോകുന്ന മക്കളുണ്ടല്ലോ, അവരെക്കാളും 15 കിലോമീറ്റർ പിറകിലോടുന്നവരാ നമ്മൾ. അതുകൊണ്ട് ആക്സിലേറ്റർ കുറച്ച് അമർത്തി ചവിട്ടുക, എന്നിട്ട് മുന്നിലോടാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുള്ള സംശയമായിരിക്കും, ഇങ്ങനെയൊക്കെയാണോ, കുട്ടികളുള്ളതിനേക്കാൾ അറിവൊക്കെ നമുക്കില്ലേ എന്ന്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഷോർട്ട് ഫിലിം, ഒരു ഇംഗ്ലീഷ് ഫിലിം പരിചയപ്പെടുത്തി തരികയാണ്. ഒരു പക്ഷെ കണ്ടവരുണ്ടാവുമായിരിക്കാം, അതിനെക്കുറിച്ച് കേട്ടവരോ അറിഞ്ഞവരോ ഒക്കെ ഉണ്ടാവുമായിരിക്കാം. ഒരു ഇംഗ്ലീഷ് ഡ്രാമയാണ്. അതിൻ്റെ പേര് അഡോളസൻസ് എന്നാണ്. ആ സിനിമയിൽ പറയുന്നത്, പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ ആദ്യത്തെ സീന് കാണിക്കുന്നത് 13 വയസ്സായ ഒരു ആൺകുട്ടി തൻ്റെ ക്ലാസ്സിലുള്ള 13 വയസ്സായ ഒരു പെൺകുട്ടിയെ കൊല്ലുകയാണ്. അങ്ങനെ പോലീസ് വീട്ടിൽ വന്ന് ഈ മകനെയും അച്ഛനെയും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ മകൻ ഇങ്ങനെ എതിർക്കുകയാണ്, ഇല്ല ഒരിക്കലും ഞാൻ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ വീണ്ടും CCTV ഫൂട്ടേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നീയാണ് ഈ കൊലപാതകം ചെയ്യുന്നത്, ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് എന്ന്. അപ്പം ഈ കുട്ടി പറയും, പോലീസ് ഉദ്യോഗസ്ഥനോട് പുറത്ത് പോകാൻ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം എൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തു പോയി അച്ഛനും മകനും കൂടെ സംസാരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, മോനെ നീ ഈ പെൺകുട്ടിയുമായി അങ്ങേയറ്റം സൗഹൃദത്തിലാണ്, നിങ്ങൾ വളരെ നല്ല ഫ്രണ്ട്സ് ആണല്ലോ, അങ്ങനെയാണ് അച്ഛന് തോന്നിയിട്ടുള്ളത്, പിന്നെ എന്തിനാണ് നീ പെൺകുട്ടിയെ കൊന്നത്? മോന് തിരിച്ച് മറുപടി പറയാണ്, അച്ഛാ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് നോക്കൂ. മോന് ഫോൺ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് നോക്കാൻ പറയാണ്. അച്ഛനത് വിശദമായി പരിശോധിക്കുമ്പോൾ കുറേ നാളുകളായിട്ട് അവൻ ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പോസ്റ്റുകൾക്കും താഴെ ഈ പെൺകുട്ടിയുടെ കമൻസ് ഉണ്ട്. എല്ലാ പോസ്റ്റുകളുടെയും താഴെ ഈ പെൺകുട്ടി പലതരത്തിലുള്ള സ്റ്റിക്കറുകളും കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ അച്ഛൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, പല സ്റ്റിക്കറുകളും ക്യാപ്സ്യൂളിൻ്റെ ഷേപ്പിലാണുള്ളത്. ക്യാപ്സ്യൂളിൻ്റെ ഫോട്ടോ സ്റ്റിക്കറാക്കിയതാണ് പല സ്റ്റിക്കറുകളും. മറ്റു പലതും കിഡ്നി പീ ഉണ്ട്, നമ്മളൊക്കെ ഉപ്പേരിയൊക്കെ വെക്കുന്ന വൻപയറില്ലേ, ഹലോ മമ്പയർ അറിയില്ലണ്ണയാളെ, നിങ്ങളിവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഈ വൻപയറാണ് കിഡ്നി പീ. ഈ കിഡ്നി പീയുടെ ഷേപ്പിലുള്ള സ്റ്റിക്കറുകളാണ് മറ്റു പല കമൻസും.
ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും മോനോട് ചോദിക്കുകയാണ്, നിന്റെ എല്ലാ പോസ്റ്റുകൾക്കും താഴെ അവളുടെ കമൻസ് ഉണ്ട്, അതിനർത്ഥം നിങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആണെന്നല്ലേ, അതിനർത്ഥം നിങ്ങൾ അത്രയേറെ കൂട്ടിലാണ് എന്നല്ലേ, എന്നിട്ടും എന്തിനാണ് മകനെ നീ ഇത് ചെയ്തത് എന്ന് അച്ഛനെ ചേർത്ത് പിടിച്ചിട്ട് ആ മകൻ പറയുന്നുണ്ട്, അച്ഛാ, ഷീ ഈസ് ബുള്ളിങ് മീ, അവൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ നാളുകളായിട്ട് അവൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവൾ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവൾ എന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അച്ഛൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് അന്താളിച്ച് നിൽക്കുക. ഇതിൽ എന്ത് കളിയാക്കലാണുള്ളത്? ഈ സ്റ്റിക്കറുകളിൽ അച്ഛൻ പഠിച്ചു വന്ന, അച്ഛൻ്റെ ജീവിതത്തിലൂടെ പരിചയിച്ചു വന്ന എന്ത് കളിയാക്കലിൻ്റെ സ്റ്റിക്കറും ഇമോജിയുമാണ് അതിലുള്ളത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തികച്ചും കൗമാരപ്രായത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൽഫ ജനറേഷനിലും സി ജനറേഷനിലും ഇരിക്കുന്ന നമ്മുടെ മക്കൾക്ക് മാത്രം അറിയുന്ന, എന്നാൽ അവയെക്കുറിച്ചൊന്നും ഉമ്മയാണ് ഉപ്പയാണെന്ന് അഹങ്കരിക്കുന്ന നമുക്ക് യാതൊരുവിധ അറിവുമില്ലാത്ത ചില കാര്യങ്ങൾ. അവിടെയാണ് ഈ അന്തരത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കൾക്ക് മുൻപിലോടേണ്ട നമ്മൾ അറിവിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന, അവരവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന, അവരതിൻ്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ചിന്തയിൽ നിന്നും നമ്മൾ എത്രയേറെ അകലെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അച്ഛൻ അത്ഭുതപ്പെട്ടു പോകാൻ അച്ഛനറിയില്ല എന്താണ് കിഡ്നി പീയുടെ സ്റ്റിക്കർ അർത്ഥം വെക്കുന്നത്, അച്ഛനറിയില്ല എന്താണ് ക്യാപ്സ്യൂളിൻ്റെ സ്റ്റിക്കർ അർത്ഥം വെക്കുന്നത്. നമുക്കറിയോ? കുടുംബക്കാരെ, നമുക്കറിയോ? എനിക്കും അറിയണ്ടായിരുന്നില്ല, നിങ്ങളിൽ പലർക്കും ഇപ്പോഴും അറിയില്ല. ക്യാപ്സ്യൂളിൻ്റെ സ്റ്റിക്കർ കണ്ട നമ്മൾ എന്താ മനസ്സിലാക്കുക? തമാശ രൂപത്തിലാണെങ്കിൽ അനക്ക് വട്ടല്ലേ, പോയി ഗുളിക കുടിച്ചലാന്നായിരിക്കും പറയണത് എന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? പോയി ഗുളിക കുടിക്കാൻ പറയണതായിരിക്കും എന്ന് സിംപ്ലി നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. കിഡ്നി പീയുടെ ഷേപ്പിലുള്ള, വൻപയറിൻ്റെ ഷേപ്പിലുള്ള സ്റ്റിക്കർ കണ്ടു കഴിയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കും വിശക്കുന്നുണ്ടാവും, പോയി കഞ്ഞിയും പയറും കുടിച്ചൂടെ എന്ന് പറയണതായിരിക്കും എന്ന്. ഒരു പക്ഷേ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന, നമ്മളും അതേ സോഷ്യൽ മീഡിയാസും അതേ മൊബൈൽ ഫോണും അതേ ഗാഡ്ജറ്റ്സും അതേ ടെക്നോളജിയും ഒക്കെ അനുഭവിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോണ് നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്ന വീഡിയോസ് ആയിക്കോട്ടെ, നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, ഇത് എന്തിനനുസരിച്ചായിരിക്കും? നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചായിരിക്കും. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത്, നമ്മൾ സെർച്ച് ചെയ്യേണ്ട മനസ്സിൽ വിചാരിച്ചാൽ മതി. അടുത്ത തവണ ഫോൺ തുറന്നു നോക്കുമ്പോൾ അതിൽ വരാറില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും അനുഭവം ഇല്ലേ? ഉണ്ട്, പല തവണ അനുഭവമുള്ള കാര്യമാണ്.